ശ്രീ ആർ വി ബാബു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആർ വി ബാബു, ഈ മെക്സവൻ എന്ന വ്യായാമമുറ അത് ആരംഭിച്ചിട്ട് കുറേ നാളുകളായി. വളരെ പെട്ടെന്ന് അതിന് സ്വീകാര്യത ലഭിക്കുകയും നിരവധി ആളുകൾ അതിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു നിരോധിത സംഘടന, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDP-യുടെയും ഒക്കെ ഒരു പരിശീലന രീതിയാണ്. അതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ ആണ് എന്ന നിലയിലുള്ള ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഹിന്ദു ഐക്യവേദിക്ക് എന്താണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു സംവിധാനമാണോ ഈ മെക്സവൻ? മെക്സവനെ കുറിച്ച് ഇതിനകം തന്നെ ഒരുപാട് വിവാദങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞു. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് മലബാർ ഭാഗത്ത് പ്രധാനമായിട്ടും മുസ്ലിം മേഖലകളിലാണ് ഈ മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മകൾ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് മെക്സവനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ശക്തമായിട്ട് ഉന്നയിച്ചത്. സമസ്തയും AP വിഭാഗവും ഒക്കെ മെക്സവന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ആരോപണം, ഇതൊരു മതരാഷ്ട്രവാദത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള കൂട്ടായ്മകളാണ് എന്ന ആരോപണം മുസ്ലിം മതസംഘടനകൾ തന്നെയാണ് ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. സമസ്തയടക്കം ഉന്നയിക്കുന്നുണ്ട്. അതെ. ഒപ്പം തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും ഈ മെക്സവനെതിരായിട്ട് അതൊരു പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടായ്മയാണ്, മത തീവ്രവാദ കൂട്ടായ്മയാണെന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇത് സംഘപരിവാറിന്റെ ഒരു ആരോപണമല്ല. പക്ഷേ സംഘപരിവാർ ഉൾപ്പെടുന്ന ഹിന്ദു ഐക്യവേദി ഉൾപ്പെടുന്ന സംഘടനകൾ മെക്സവന്റെ ഈ ഒരു പ്രവർത്തനത്തെ ആശങ്കയോടെയാണ് കാണുന്നത്. കാരണം ഇത് പലപ്പോഴും ഇത്തരം സംഘടനകൾ പ്രത്യക്ഷപ്പെടുന്നത് ഒരു മതേതര മുഖത്തോടു കൂടി പൊതുസമൂഹത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള ചില സംവിധാനങ്ങൾ കൂടിയിട്ടാണ്. പക്ഷേ അതിന് അവസരം വരുന്ന സമയത്ത് അതിന്റെ യഥാർത്ഥ രൂപം പുറത്തു വരാറുള്ള സംവിധാനമാണ്. ഇപ്പൊ നമ്മള് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ രംഗത്ത് വന്നത് ഇതേപോലുള്ള ഒരു സംവിധാനത്തോടു കൂടിയിട്ടാണ്. അതാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറിയത്. അപ്പൊ ഇത് മെക്സവനെ സംബന്ധിച്ച്, അതിന്റെ പിന്നിലുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം. എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്, ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്, എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് 1000-ഓളം യൂണിറ്റുകളായിട്ട് അത് വ്യാപിക്കുന്നതിന് തരത്തിലേക്ക് എന്ത് പ്രചോദനമാണ് ഇതിന്റെ പുറകിലുള്ളത്? കേവലം വ്യായാമം അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, അതായത് ഇപ്പോൾ ഈ വ്യായാമ മുറകൾ എന്നത് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ മലയാളികൾക്കിടയിൽ തന്നെ സ്വീകാര്യത ലഭിക്കുന്ന പല വ്യായാമ മുറകളുണ്ട്. ജിമ്മുകളിൽ വലിയ സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ ഇന്ത്യ തന്നെ അഭിമാനത്തോടെ ഉയർത്തി കാണിക്കുന്ന യോഗയുണ്ട്. സൂംബ പോലെയുള്ള നൃത്തരൂപങ്ങളിലൂടെ അടക്കം വ്യായാമം ചെയ്യുന്നുണ്ട്. ഈ മെക്സവൻ എന്നത് GCC രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു എക്സർസൈസാണ്. മാത്രവുമല്ല, ഇതിന്റെ സംഘാടകർ, അതായത് മെക്സവന്റെ സംഘാടകർ തന്നെ പറയുന്നത് ഇതിൽ ഭാഗമാകുന്നവർ, അതായത് ഈ എക്സർസൈസ് ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും 50 വയസ്സിന് മുകളിൽ ഉള്ളവർ ആണ് എന്നാണ്. ഇതിന്റെ ഈ മെക്സവന്റെ അംബാസിഡറായ ബാവ അറക്കൽ നേരത്തെ പ്രതികരിച്ചത് അതാണ്. അതായത് ഞങ്ങൾക്ക് തീവ്രവാദ സ്വഭാവമുള്ളവരെ അങ്ങനെയൊന്നും നോക്കിയല്ല, ഇതിൽ അംഗങ്ങളാകുന്നവർ അംഗങ്ങളാകാം, അതിലേക്ക് ഹിന്ദുക്കൾക്ക് അംഗമാകാം, ക്രിസ്ത്യാനികൾക്ക് അംഗമാകാം. ഇതിപ്പോൾ നിലവിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അധികവും ഉള്ളത്. മാത്രവുമല്ല, അങ്ങനെ ഒരു സ്വഭാവത്തോടു കൂടിയാണെങ്കിൽ ഈ പ്രായമായവരെയാണോ ഞങ്ങൾ ഇതിലേക്ക് അടുപ്പിക്കുക എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അല്ല, ഇതിനകത്തെ തീവ്രവാദ സംഘടനകള് അവരുടെ പ്രവർത്തന രീതി പലപ്പോഴും വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്ത സ്വഭാവത്തോടും കൂടിയിട്ടാണ്. പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത പിടിച്ചുപറ്റുന്ന തരത്തിൽ ജനകീയമായ വിഷയങ്ങളും ജനകീയമായ പദ്ധതികളും മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുക. അത് സേവന മേഖലയിലായിരിക്കാം, ഈ പറഞ്ഞ പോലെ വ്യായാമം എന്നുള്ള നിലയ്ക്ക് തീർത്തും നിരുപദ്രവകരവും മതേതരവുമായ ചില പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടാണ് അവർ പൊതുസമൂഹത്തെ ആകർഷിക്കുന്നത്. അതിനുശേഷമാണ് തങ്ങളുടെ മത അജണ്ട അതിലൂടെ നടപ്പാക്കുന്ന രീതി. അത് പലപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ മോഡസ് ഓപ്പറാൻഡി തുടക്കം മുതൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീടാണ് അവര് ഒരു വലിയ തീവ്രവാദ ശക്തിയായിട്ട് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിൽ വലിയ തോതിൽ ഭീഷണി ഉണ്ടാക്കുകയും ചെയ്തത്. മെക്സവനെ സംബന്ധിച്ച് അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പ്രധാനമായിട്ടും ഉയർത്തിയത് മുസ്ലിം മതസംഘടനകളാണ്. അപ്പോ മുസ്ലിം മതസംഘടനകൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രായമായ ആളുകൾ ഉൾപ്പെടെയുള്ളവര് വ്യായാമം ചെയ്ത്
ജീവിതശൈലി രോഗങ്ങൾ അകറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നതിന് ആശങ്കപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അപ്പോ അങ്ങനെ തീർത്തും നിഷ്കളങ്കമല്ല ഇത് എന്ന് ബോധ്യപ്പെടും. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് ശക്തമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇതിന്റെ പിന്നിലുള്ളത് ഇപ്പോ വ്യായാമ സംഘടനകൾ ഒരുപാടുണ്ട്. മെക്സവന് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് 1000-ഓളം യൂണിറ്റുകൾ എന്താ പറയാ പടർന്നു പിടിക്കുന്ന തരത്തിൽ വളർത്താൻ കഴിഞ്ഞത്? എങ്ങനെയാണ്? എന്തുകൊണ്ടാണത് ഇത്രയും വലിയ അപ്പീൽ മെക്സവന് കിട്ടുന്നത്? മെക്സവനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യായാമ സംഘടനകളുണ്ട്. അവർക്കില്ലാത്ത ഒരു അപ്പീൽ മെക്സവന് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? വലിയ തോതിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഞാനത് മുസ്ലിങ്ങളായതുകൊണ്ട് അവര് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഇത് മുസ്ലിം മതസംഘടനകളിൽ നിന്ന് തന്നെ ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ആരോപണമോ ആശങ്കയോ ഉയർന്നു വരുമ്പോൾ നമുക്കതിനെ തീർത്തും തള്ളിക്കളയരുത് എന്നാണ് എന്റെ പക്ഷം. കാരണം പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടു. മറ്റു പല രൂപത്തിലും ഇത്തരം നിരോധിത സംഘടനകൾ പ്രവർത്തിക്കാറുണ്ട്. അവർ രംഗത്ത് വരാറുണ്ട്. എന്തായാലും ശ്രീ ആർ വി ബാബു, നിലവിൽ അങ്ങനെയുള്ള വിവരങ്ങളോ തെളിവുകളോ ഒന്നും ഹിന്ദു ഐക്യവേദിക്കോ അല്ലെങ്കിൽ താങ്കൾക്കോ ഇല്ല അല്ലെ? അല്ല, ഇപ്പോ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെയുള്ള തെളിവുകൾ നമ്മുടെ കൺമുമ്പിലില്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തീവ്രവാദ സംഘടനകൾ, അതേപോലുള്ള എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഈ നിയമത്തിന്റെ ദൃഷ്ടിയിൽ പഴുതുകൾ ഇട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളല്ല അവര് വളരെ വളരെ ശക്തമായിട്ടുള്ള ലൂപ്പ് ഹോൾസ് അടച്ച് എല്ലാ കാര്യത്തിലും ഒരു സംശയവും ഇല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന രീതിയാണ് അവരുടേത്. അവിടെ അല്ല ശ്രീ ആർ വി ബാബു, ഇതിപ്പോൾ ഒരു കൂട്ടം വ്യായാമ മുറകളുടെ ഒരു സംഗമം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാലോ. അതിലിപ്പോ യോഗയുണ്ട്, ബ്രീത്തിങ് എക്സർസൈസുകളുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, എയറോബിക് ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിന്റെ മറവിൽ മറ്റൊരു ആശയധാര അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. ഇവർക്കിടയിലേക്ക് മറ്റു ചില മെസ്സേജുകൾ ഇഞ്ചക്ട് ചെയ്യുന്നുവെങ്കിൽ അത് പുറത്തു വരേണ്ടതല്ലേ? അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ. കാരണം ഇത്രയധികം അംഗങ്ങളുള്ള കുറച്ചാളുകളെ ഉള്ളുവെങ്കിൽ ശരിയാണ്. പക്ഷെ ഇത്രയും അംഗങ്ങളുള്ള ഈ ഒരു സംവിധാനത്തിലേക്ക് തെറ്റായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ പുറത്തു പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ലീക്ക് ആവുകയോ ഒക്കെ ചെയ്യില്ലേ ശ്രീ ആർ വി ബാബു? ഇതിനകത്ത് പലപ്പോഴും ഈ മുസ്ലിം സംഘടനകൾ, മതസംഘടനകൾ തന്നെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് വെച്ചാൽ, ഇവരുടെ പല സംഭാഷണങ്ങളിലും കൺവെർസേഷൻസും ഈ മെക്സവൻ ഉപയോഗിക്കുന്ന ടേംസ് പലപ്പോഴും അത് അറബിക് ടേംസ് ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ അറബിക് ടൈംസിലാണ് ഇവരുടെ പല ആജ്ഞകളും ഈ പറയുന്ന കമാൻഡിങ്ങും ഒക്കെ നടത്തുന്നത് എന്ന ഒരു ആരോപണം ഇവര് ഉന്നയിക്കുന്നുണ്ട്. അപ്പോ അത് ഏത് നിലയ്ക്ക് ഇതിന്റെ പിന്നിലുള്ള ഒരു മത താല്പര്യം ഇത്തരം പ്രയോഗങ്ങളിലൂടെ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സംശയത്തിനും കൂടി വഴിവെക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് നിലവിൽ അതൊരു വ്യായാമ കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. അതിന്റെ പിന്നിലുള്ളത് കണ്ടെത്തട്ടെ. ഞാനിപ്പോ ഒറ്റയടിക്ക് ഇതൊരു തീവ്രവാദ മുഖമാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിന്റെ അന്വേഷണം നടക്കണം, പുറത്തു വരണം, കാര്യങ്ങളെ സുതാര്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ഭയമില്ലാതെ ആശങ്കയില്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. നിരപരാധികൾ ഇതിൽ പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രശ്നം ഈ മതേതര മുഖം ജനകീയമായിട്ടുള്ള ഇതിൽ പോകുന്ന പലരും ഇതിന്റെ യഥാർത്ഥ അജണ്ട മനസ്സിലാക്കാതെ ചെന്ന് പെടുന്നവരായിരിക്കാം. അവര് ഒരു വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ട് അതിൽ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ കൂടി പെടുന്ന സാഹചര്യം വരുന്നത് ഒഴിവാക്കാൻ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. യെസ്, ഞാൻ വളരെയധികം നന്ദി. താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ ഈ ആശയധാര എന്ത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും തെളിവുകളൊന്നുമില്ല, ആരോപണങ്ങൾ മാത്രം തന്നെയാണ്. അതിന്റെ ഭാഗമാകുന്നു മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അവർ പെട്ടുപോകുന്നു എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. പക്ഷേ താങ്കൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട നിലപാട് വളരെ പ്രസക്തമാണ്. ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് മുസ്ലിം സംഘടനകൾ ആണ് എന്നതുകൂടിയാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. വളരെ നന്ദി ശ്രീ ആർ വി ബാബു ഞങ്ങളോട് പ്രതികരിച്ചതിന്.